നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മണ്ഡലമാസം അവസാനിച്ചു ഇന്നലത്തോടുകൂടി തന്നെ. പക്ഷേ മണ്ഡലമാസം അവസാനിക്കുന്നതോടൊപ്പം ശബരിമല കൊള്ളയിലെ പല കള്ളന്മാരും അകത്തായി ഇനിയും ഒരുപാട് ആളുകളാണ് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവർ പുറത്തുള്ളത്. അവരെ കൂടി എത്രയും വേഗം തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ SIT നടത്തുന്നുണ്ട്. ഒരു ദിവസം നട അടച്ചു പിന്നിടുമ്പോൾ ഇന്ന് വളരെ തിടുക്കത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് മുഴുവൻ പ്രതികളുടെയും ഏകദേശം 21ഓളം ഇടങ്ങളിലാണ് ഇന്ന് SIT റെയ്ഡ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ജയിലിനകത്തുള്ള പ്രതികളുടെയൊക്കെ തന്നെ വീട്ടിലും അതുപോലെ തന്നെ സംശയാസ്പദമായിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇന്ന് SIT റെയ്ഡ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിരാവിലെ മുതൽ തന്നെ റെയ്ഡ് നടക്കുന്നുണ്ട്. എല്ലായിടത്തും ഒരേ സമയം റെയ്ഡ് നടക്കുന്നു എന്നുള്ളത് കൂടിയാണ് പ്രത്യേകത. ഒപ്പം തന്നെ ഇന്ന് ശബരിമലയിലും പ്രത്യേക സംഘം എത്തും. സന്നിധാനത്തും ഇന്ന് പരിശോധന നടത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ വാതിൽ സ്പോൺസർ ചെയ്തപ്പോൾ പഴയ വാതിൽ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ വാതിലിന്റെ അളവെടുക്കാനും സാമ്പിൾ ശേഖരണത്തിനുമാണ് പരിശോധന. അതോടൊപ്പം പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്നും പരിശോധന നടത്തും. ഇതിപ്പോൾ ശബരിമലയിലുള്ളതെല്ലാം തന്നെ അരിച്ചു പെറുക്കി അവിടെ പരിശോധന നടത്തേണ്ട ഗതികേടാണ്. കാരണം ഒരു ചെറിയൊരു വസ്തു മുതൽ വലിയ അവിടെയുള്ള ഒരു വസ്തു വരെ എന്തൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പോയതൊക്കെ തന്നെ പഴയതുപോലെ തിരിച്ചു വന്നിട്ടുണ്ടോ, അതിൻ്റെയൊക്കെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ, ആ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ചെറിയ ഒരു വസ്തു മുതൽ, ശബരിമലയിലുള്ള ചെറിയൊരു സാധനം മുതൽ വലിയ വസ്തുക്കൾ വരെ അവിടെയുള്ള എന്തു ആകട്ടെ അതടക്കം ഇത് കൃത്യമായിട്ട് അതിൻ്റെ അളവ്, അതുപോലെ തന്നെ അതിന് പുറമൂടിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അടിമുടി അവിടെ പരിശോധിക്കേണ്ട ഗതികേടാണ്. കാരണം ഈ പറയുന്ന കുറേ എണ്ണത്തിൻ്റെ ശബരിമലയിലുള്ള ഇത്തരത്തിലുള്ള ഈ അഴിഞ്ഞാട്ടം കാരണമാണ് അവിടെ നിന്ന് പലതും മിസ്സാവുകയും എത്തിയതൊക്കെ തന്നെ പഴയത് തന്നെയാണോ എന്നുള്ളത് കൂടി ഇപ്പോൾ ഒരു സംശയത്തിൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പല സാധനങ്ങളും സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. ആ സ്ട്രോങ് റൂമിൽ അതൊക്കെ തന്നെ അവിടെ ഉണ്ടോ, സുരക്ഷിതമായിട്ടുണ്ടോ എന്നുള്ളതാണ് SIT ഇനി പരിശോധിക്കാൻ പോകുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ എവിടെയെന്ന കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ്. കൊടിമരം മാറ്റം കൂടി അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് പരിശോധന. SIT സംഘത്തോടൊപ്പം ഫോറൻസിക് വിദഗ്ധരുമുണ്ട്. പരിശോധന നടത്തുന്നതിനായി സംഘം ഇന്നലെ രാത്രി ശബരിമലയിൽ എത്തിയിരുന്നു. ദ്വാരപാലക കട്ടിളപ്പാളികളിൽ നിന്നും സംഘം കൂടുതൽ സാമ്പിളുകൾ ഇന്ന് ശേഖരിക്കില്ല. VSSയിലെ വിദഗ്ധരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ പരിശോധനകൾ ആവശ്യമെങ്കിൽ അതിലേക്ക് കടക്കുക. SP ശശീന്ദ്രന്റെ നേതൃത്വത്തിലാകും പരിശോധന. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മാറ്റിയെന്ന സംശയമാണ് ഇന്നലെ ഹൈക്കോടതി ഉന്നയിച്ചത്. VSSയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിഗമനം. പോറ്റിയും സംഘവും സ്വർണം പൂശി തിരിച്ചെത്തിച്ച പാളികൾ യഥാർത്ഥ പാളികളല്ല എന്ന സംശയം ബലപ്പെടുകയാണെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിലെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയുണ്ടാക്കാൻ VSS ഉദ്യോഗസ്ഥരുടെ മൊഴി വീണ്ടും എടുക്കാൻ SITക്ക് കോടതി നിർദ്ദേശവും നൽകിയിരുന്നു. ആവശ്യമെങ്കിൽ പുറമേ നിന്നുള്ള വിദഗ്ധരുടെ സേവനവും ഉപയോഗിക്കാമെന്നും ആസൂത്രിതവും സംഘടിതവുമായ ഇടപെടൽ നടന്നതിന്റെ സൂചനയാണ് ലഭിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. UDF ഭരണസമിതിയുടെ കാലത്തെ കൊടിമര നിർമ്മാണവും വാജിവാഹന കൈമാറ്റവും SIT കോടതിയെ അറിയിച്ചിരുന്നു. റിപ്പോർട്ട് പരിശോധിച്ച കോടതി വിശദ അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. എല്ലാ പ്രതികളും അവിടെ നിന്ന് ധൃതി പിടിച്ച് ജാമ്യാപേക്ഷയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ തട്ടിത്തെറിപ്പിക്കുകയാണ് കോടതി. ഇതുവരെയായിട്ടും ഒരാൾക്ക് പോലും കോടതി ജാമ്യം നൽകിയിട്ടില്ല. കാരണം വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ എന്തിനാണ് പുറത്തെത്തിക്കുന്നത് എന്ന് തന്നെയാണ് കോടതിയും ചോദിക്കുന്നത്. ദ്വാരപാലക ശില്പ കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞെന്നും കുറ്റപത്രം സമർപ്പിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷ നൽകിയത്. നേരത്തെ കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും പോറ്റി നൽകിയ ജാമ്യ ഹർജികൾ വിജിലൻസ് കോടതി തള്ളിയിരുന്നു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള SITയുടെ അപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും. ദേവസ്വം ബോർഡ് മുൻ അംഗം N വിജയകുമാറും ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ഊർജിതമാക്കി EDയും ഇന്ന് രംഗത്തുണ്ട്. നട അടച്ചു പിറ്റേ ദിവസം തന്നെയാണ് EDയും ഇന്ന് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്.
നേരത്തെ കള്ളപ്പണ വെളുപ്പിക്കൽ കേസ് അടക്കം ചുമത്തി കേസെടുത്ത ED വ്യാപക പരിശോധനയുമായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ നേരം വെളുത്തത് മുതൽ CPM നേതാക്കളായിട്ടുള്ള A. പത്മകുമാറിന്റെയും വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും അടക്കമുള്ളവരുടെ വസതികളിലാണ് ED സംഘം ഇന്ന് പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത്. കേരളവും കർണാടകയും അടക്കം 21 ഇടങ്ങളിലാണ് EDയുടെ പരിശോധന നടക്കുന്നത്. കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്വർണ്ണപ്പാളികൾ ഉരുക്കി കടത്താൻ സഹായിച്ച സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, കടത്തിയ സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവർ തമ്മിലുള്ള ഇടപാട് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചിരുന്നു. ക്രിമിനൽ കേസുകൾ അന്വേഷിക്കാൻ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് സമാനമായ നടപടിയാണ് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. കള്ളപ്പണം എവിടെ നിന്നാണ്, എവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്ന ചോദ്യങ്ങൾക്കായി പ്രതികളെ ചോദ്യം ചെയ്യും. റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനെ പത്മകുമാർ അടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പട്ടികയിലുള്ള മുഴുവൻ പ്രതികളെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് ED കൊച്ചി യൂണിറ്റിലെ അഡീഷണൽ ഡയറക്ടർ രാകേഷ് കുമാറിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. അന്വേഷണത്തിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് കണ്ടെത്തിയാൽ സ്വത്ത് മരവിപ്പിക്കൽ നടപടികളിലേക്ക് ED സംഘം നീങ്ങും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്ന് സന്നിധാനത്ത് പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് EDയും കളത്തിലിറങ്ങിയത്. കേസിലെ ഗൂഢാലോചനയും സ്വർണം കടത്തിയ രീതിയും സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താനാണ് SIT സംഘത്തിന്റെ സന്ദർശനം. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രീകോവിലിനുള്ളിലും പരിസരത്തും സംഘം വിശദമായ തെളിവെടുപ്പ് നടത്തും. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളിൽ പരിശോധന നടത്തിയ VSSCയിലെ ശാസ്ത്രജ്ഞരെയും പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കാണും. ശാസ്ത്രീയ പരിശോധനയിലെ വിവരങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് 1998 സ്വർണ്ണപ്പാളികളും പിന്നീട് പ്ലേറ്റിംഗ് നടത്തിയതിനു ശേഷമുള്ള പാളികളും തമ്മിൽ പ്രകടമായ വ്യത്യാസം കണ്ടെത്തിയിട്ടുണ്ട്. ഏത് തരത്തിലാണ് അട്ടിമറി നടന്നിട്ടുള്ളതെന്നാണ് സംഘം പരിശോധിക്കുക. കഴിഞ്ഞ വർഷം മെയ് 17, 18 തീയതികളിൽ ആയിരുന്നു സന്നിധാനത്ത് SIT പാളികളിലെ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി, വാജിവാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട അന്വേഷണം എല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. കഴിഞ്ഞ 2 തവണത്തെ പിണറായി സർക്കാരുകൾ, അതിനു മുന്നേയുള്ള VS ഉമ്മൻചാണ്ടി സർക്കാർ എന്നിങ്ങനെ 4 സർക്കാരുകളുടെ കാലയളവിലുള്ള ഭരണസമിതിയുടെ ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം വിപുലീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശബരിമലയിൽ നിന്ന് കട്ടിളപ്പാളിയും കൊണ്ടുപോയി സ്വർണവും തട്ടിയെടുത്തു എന്ന നിരീക്ഷണമാണ് കോടതി പങ്കുവെക്കുന്നത്. 1998 വിജയ് മല്യയുടെ നേതൃത്വത്തിലുള്ള UP ഗ്രൂപ്പ് ഇതിൽ സ്വർണം പൂശിയത്. 2019 ആദ്യമായി ഇവ പുറത്തു കൊണ്ടുപോകുന്നത്. അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ കൊണ്ടുവന്ന സ്വർണം 2025 വീണ്ടും പുറത്തു കൊണ്ടുപോയി. 2 തവണകളായാണ് ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും പുറത്തു കൊണ്ടുപോയത്. 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്തുള്ള കൊടിമരത്തിന്റെ പുനർനിർമ്മാണവും വാജിവാഹനം കൈമാറ്റം ചെയ്ത സംഭവത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ നിർദ്ദേശത്തിലുണ്ട്. അതുപോലെ PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന കാലത്തെയും അന്വേഷണം നടത്തണമെന്നും കോടതി. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും കോടതി അന്തിമ തീരുമാനമെടുക്കുക. നേരത്തെയും പോറ്റി നൽകിയ 2 ജാമ്യ ഹർജികളും വിജിലൻസ് കോടതി തള്ളിയിരുന്നു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിനുമായുള്ള SITയുടെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും. ദേവസ്വം ബോർഡ് മുൻ മെമ്പറും CPM പ്രതിനിധിയുമായ വിജയകുമാറിന്റെ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിലുണ്ട്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം സ്വർണ്ണക്കൊള്ള കേസിൽ 5 പേർ കൂടി നിരീക്ഷണത്തിലുണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദ്വാരപാലക കേസിൽ 3 പേരും കട്ടിളപ്പാളി കേസിൽ 2 പേരുമാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരുടെ പങ്കിനെ കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും നിലവിൽ ശേഖരിച്ച തെളിവുകൾ ഇവർക്കെതിരാണെന്നും SIT അറിയിച്ചു. സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് സൂചന നൽകുന്നതാണ് SITയുടെ റിപ്പോർട്ട്. ശബരിമല കൊള്ളയിൽ ഇനി ഇറങ്ങിക്കളിക്കാൻ EDയും രംഗത്ത് വരുന്നതോടെ കളികൾ ആകെ മാറുകയാണ്. ഏകദേശം 21 ഇടങ്ങളിലാണ് ഇന്ന് EDയുടെ റെയ്ഡ് നടക്കുന്നത്. ഇന്ന് എല്ലാ തരത്തിലും ഇനി ED കിട്ടാവുന്ന അത്ര തെളിവുകൾ ഇന്ന് ശേഖരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു കുരുക്കാണ് ഈ പറയുന്ന പ്രതികൾക്കെതിരെ മുറുക്കാനായിട്ട് EDയും ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്.